നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു പ്രസവത്തിന് ശേഷം ആണ് ഞാൻ തടിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങളുണ്ടോ? അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ പലവർക്കും ഒരു 20 തൊട്ട് ഒരു 23 വയസ്സിന് ശേഷമാണ് പിന്നെ തടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കറക്റ്റ്, അതാണ് കേട്ടോ. അപ്പൊ അത്രയും വലിയൊരു ട്രോമ അല്ലെങ്കിൽ അത്രയും ഒരു പ്രഷർ, ഒരു സ്ട്രെസ്, അത്രയും വലിയൊരു സംഭവം നടക്കുകയാണ്. അതുകൊണ്ട് അപ്പോ ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ കുറയുന്നു അത്രത്തോളം നമ്മുടെ എനർജി റിക്വയർമെന്റും കുറയുകയാണ് ആ സമയത്ത്. അപ്പോ നിങ്ങൾ മുന്നേ തന്നെ കഴിച്ച അളവിലും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്, പക്ഷെ ഈ എനർജി ഉണ്ടാക്കുന്ന ഫാക്ടറികൾ കുറഞ്ഞു പോയെങ്കിൽ പിന്നെ ഇതിൽ ഉപയോഗിക്കാനുള്ള അത്രമാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ കൊഴുപ്പായി കെട്ടിക്കിടക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഈ കഴിക്കുന്ന ഫുഡ് കുറക്കണം, അതല്ലെങ്കിൽ ഇതിനെ പിന്നെ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം, മൈറ്റോകോൺട്രിയ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുമല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി കൂട്ടണം. എന്ന് വെച്ചാൽ കഴിക്കുന്നത് കുറച്ചാണെങ്കിലും അതിനുള്ളിലുള്ള ഗുണമേന്മ, അതിലുള്ള പോഷകങ്ങളും ന്യൂട്രിയൻസും ഒക്കെ ഡെൻസ് ആയിരിക്കണം. കുറച്ചുള്ളൂവെങ്കിലും നല്ല ഗുണമുള്ള പിന്നെ ഫുഡുകളായിരിക്കണം. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പൊ കുട്ടികളിൽ പോലും നമ്മളൊരു 20-23 വയസ്സിന് ശേഷം പിന്നെ നമ്മൾ വയസ്സാവുകയാണ്. അപ്പൊ അതുവരെ നമ്മൾ ഗ്രോയിങ് ഫേസ് ആണ്. നമ്മുടെ ശരീരം വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പലതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തില് ബിൽഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു 20-25 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വയസ്സായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇങ്ങോട്ടേക്കല്ല പോകുന്നത്, താഴത്തോട്ടേക്കാണ് പോകുന്നത്. അതാണ് പിന്നീട് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരു 70 വയസ്സാകുമ്പോഴേക്കും മരണത്തിലോട്ട് നയിക്കുന്നത് അതാണ്. ഈ ഒരു മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ സയന്റിസ്റ്റുകൾ പറയുന്നത് ശരിക്കും ഈ ഒരു മൈറ്റോകോൺട്രിയക്ക് വരുന്ന ഡാമേജും അതേപോലെ ശരീരത്തിൽ അവസാനം മൈറ്റോകോൺട്രിയ നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്താണ് ശരിക്കും മരണം സംഭവിക്കുന്നത് എന്നുള്ളത് പോലും പറയാറുണ്ട്. ഇതിന് കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് DNA എന്ന് പറയുന്നത്. DNA എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണോ? DNA എന്താണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ DNA എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ഒരു ഷേപ്പ്, കൃഷ്ണമണിയുടെ ഷേപ്പ്, അല്ലെങ്കിൽ അതിന്റെ കളറ്, നമ്മുടെ പല്ലിന്റെ ഷേപ്പ്, നമ്മൾക്ക് എത്ര രോമം ഉണ്ടാകണം, ഒരു ഏത് ഷേപ്പിലാണ് രോമ വളർച്ച ഉണ്ടാവേണ്ടത് എന്ന് തൊട്ട് എല്ലാതും എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ DNA എന്ന് പറയുന്നത്. ഈ DNA ആകട്ടെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പുതിയതൊന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഈ DNA എന്ന് പറയുന്നത് നമ്മളൊരു പിന്നെ നമ്മളൊരു കല്ലിൽ കൊത്തി വെക്കുകയാണെങ്കിൽ അത് അവിടെ വെക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ശരീരത്തില് അത് എഴുതി വെക്കുന്നത് നശിച്ചു പോകുന്ന ഒരു സാധനത്തുമലാണ് നമ്മൾ അത് എഴുതി വെച്ചിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ഇത് നശിച്ചു പോകുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് മറ്റൊരു സാധനത്തുമേൽ പകർത്തിയിട്ട് വേണം ഇത് നശിച്ചു പോകാൻ. എന്നിട്ട് പിന്നെ ഇത് പിന്നെയും കോപ്പി ചെയ്യും. ഇത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? സാർ. ഓക്കെ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി തൊട്ട് നമ്മുടെ മുടിയുടെ നിറം തൊട്ട് പല്ലിന്റെ ഷേപ്പ്, നമ്മുടെ ഹൈറ്റ്, എല്ലാം നമ്മുടെ കയ്യുമുള്ള രോമ വളർച്ച പോലും എത്ര തിക്നെസ്സിൽ ഉണ്ടാവണം, ഏത് പാറ്റേണിൽ ഉണ്ടാവണം, കയ്യിന്റെ ഷേപ്പ് എങ്ങനെ ആയിരിക്കണം എന്ന് തൊട്ട് എല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഈ DNA
എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നശിക്കുന്നതിന് മുന്നേ ഇതേ സാധനം മറ്റൊന്നിൽ പകർത്തിയിട്ട്, ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ മറ്റൊന്നിലോട്ട് പകർത്തിയിട്ടാണ് ഇത് നശിച്ചു പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും കോപ്പിയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെപ്ലിക്കേഷൻ എന്ന് പറയും. ഇത് മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇതിൽ വരുന്ന, അപ്പോ സാധാരണ ഇത് സയന്റിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ റെപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പറ്റി എഴുതി വെച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് എഴുതി വെച്ച അതേപോലെ കോപ്പി ചെയ്യാൻ സാധ്യമാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് വീണ്ടും 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 അത് കോപ്പി ചെയ്യാൻ സാധ്യമാണെങ്കിൽ നമുക്ക് മരണം ഇല്ല എന്നാണ് പറയുന്നത്. ഡൗട്ട്സ് ഇല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രത്തോളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഈ DNA എന്ന് പറയുന്നത്. കാരണം ഈ കോപ്പി ചെയ്യുന്ന പ്രോസസ്സിൽ നാച്ചുറലായി തന്നെ പല തെറ്റുകൾ സംഭവിക്കും. ഇതിൽ അറിയാതെ ചിലപ്പോൾ ഒരു ചെറിയൊരു അക്ഷരത്തെറ്റായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഈ അക്ഷരത്തെറ്റ് അടുത്ത പ്രാവശ്യം കോപ്പി ചെയ്യുമ്പോഴും മറ്റൊരു അക്ഷരത്തെറ്റ് വരും. അങ്ങനെ കാലക്രമേണ ഈ തെറ്റുകളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വാക്ക് തെറ്റും. ആ വാക്ക് തെറ്റി പിന്നെ എന്ത് തെറ്റും? ഒരു സെന്റൻസ് തെറ്റും. അപ്പൊ കാലങ്ങളെടുത്ത് ചെറിയ ചെറിയ തെറ്റുകൾ എന്താവും? വലിയൊരു തെറ്റാവും. അപ്പോൾ അവസാനം നമ്മുടെ DNA എന്ന് പറഞ്ഞ സാധനം നമുക്ക് പൂർണ്ണ രൂപത്തിൽ നമുക്ക് കിട്ടില്ല. അതാണ് നമ്മുടെ വയസ്സായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർദ്ധക്യത്തിന്റെ ഒരു കാര്യം, ഒരു ഏജിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ? അല്ലെങ്കിൽ വീണ്ടും പറയണോ അതിനെ കുറിച്ച്? മനസ്സിലായി. അപ്പോ ആരോ ഒന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു വന്നത്, ഈ കോപ്പിയിങ്, ഈ നമ്മളെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങള് കോപ്പി ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് മരണം ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ സ്വാഭാവികമായും ഇതില് തെറ്റുകൾ വരും, ഡാമേജുകൾ വരും. ഈ കോപ്പിയിങ് പ്രോസസ്സിൽ ഡാമേജുകൾ വരും. ഈ എഴുതി വെച്ചതിൽ ഫസ്റ്റ് വരുന്നതൊക്കെ അക്ഷരത്തെറ്റുകളായിരിക്കും ആദ്യമൊക്കെ വരുന്നത്. പക്ഷെ ഈ അക്ഷരത്തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ, പിന്നീട് കുറെ കഴിഞ്ഞാൽ ആ അക്ഷരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വാക്കിൽ വരുന്ന ഒരു വാക്ക് തന്നെ ഇല്ലാതാവും, അല്ലേ? അങ്ങനെ വീണ്ടും ഇതുപോലെ റെപ്ലിക്കേഷനിൽ ഇങ്ങനെ കുറച്ച് ഡാമേജ് വന്ന് അവസാനം ഒരു സെന്റൻസിൽ തന്നെ വലിയൊരു തെറ്റ് വരുന്ന രീതിയിലാവും. അപ്പോ നമ്മുടെ ശരീരത്തിൽ അത് ഒരു ഡാമേജിനുള്ള ഒരു കാരണമാണ്. കാരണം ഇതിൽ എഴുതി വെച്ച പോലെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ പിന്നെ അത് പുറത്തോട്ട് പ്രദർശിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ എഴുതിയുള്ള പോലെയാണ് നമ്മുടെ ശരീരം അത് വായിക്കുന്നതും അത് പുറത്തോട്ട് കാണിക്കുന്നതും. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂസിങ് ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരു സാധനമാണ് DNA എന്ന് പറയുന്നത്. അപ്പോ ഈ DNA-നെ ഡാമേജ് ചെയ്യുന്നത് എന്താണ്? ഈ DNA എന്ന് പറയുന്നതിനെ ഡാമേജ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം. ഫ്രീ റാഡിക്കൽ എന്താണെന്ന് അറിയോ? ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും അറിയോ ഫ്രീ റാഡിക്കൽ എന്താണെന്ന് അറിയോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ മധുരങ്ങൾ വെച്ചിട്ട് എനർജി ഉണ്ടാക്കും, കൊഴുപ്പ് വെച്ചിട്ട് എനർജി ഉണ്ടാക്കും, ഫാറ്റ് വെച്ചിട്ട് എനർജി ഉണ്ടാക്കും. അപ്പോൾ ആ എനർജി ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു വേസ്റ്റ് വരും. ഇപ്പൊ നമ്മള് വിറക് വെച്ച് തീ ഉണ്ടാക്കുകയാണ്. അപ്പൊ തീ എനർജിയാണ്. പക്ഷെ ഈ വിറക് എന്താവും? വെണ്ണീറാവില്ലേ? ആ ഒരു വേസ്റ്റ് എന്തായാലും വരില്ലേ? അപ്പൊ അതുപോലെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോ നമ്മൾ ഒരു ഫ്യൂല് യൂസ് ചെയ്യുന്നു, എനർജി ഉണ്ടാക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് ഇരിക്കും നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റിന്റെ അളവ്. ഇപ്പൊ നമ്മൾ മധുരങ്ങൾ വെച്ചാണ് കൂടുതലും എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ
വേസ്റ്റ് പ്രൊഡക്ഷൻ അധികമാണ്. നമ്മൾ മധുരങ്ങളിൽ നിന്നാണ് എനർജി ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 30% എനർജി ആവുന്നത്, അതിൽ നിന്ന് 70% എന്തായിട്ടാണ് മാറുന്നത്? ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കലായിട്ട്. അപ്പോ അതോടൊപ്പം അത് നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കൊഴുപ്പ് വെച്ചിട്ടാണ് നമ്മൾ എനർജി ഉണ്ടാക്കുന്നതെങ്കിലോ അത് കുറവാവും. അത്രേ ഉള്ളൂ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കലിന് നമ്മളിപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ ഫ്രീ റാഡിക്കലിനെ കുറക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മറ്റുള്ള ഒരു കാര്യം ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ലിവറിന്റെ ഫംഗ്ഷൻ നമ്മൾ കൂട്ടുന്നുണ്ട്. ലിവറിന് ഡാമേജ് കുറയുന്നുണ്ട്, ഫാറ്റി ലിവർ ഒക്കെ കുറയും. അപ്പൊ ആ സമയത്ത് ലിവർ സാധാരണ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാത്തയോൺ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരും സ്കിൻ വൈറ്റനിങ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ലിവർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ത് ചെയ്യും? ഈ ഫ്രീ റാഡിക്കൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ DNA ഡാമേജ് ചെയ്യുന്ന മുന്നേ, അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തെ ഡാമേജ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മറ്റുള്ള കോശങ്ങളെ ഡാമേജ് ചെയ്യുന്നതിന് മുന്നേ ഈ ഗ്ലൂട്ടാത്തയോൺ ഇതിനായിട്ട് റിയാക്ട് ചെയ്ത് നിർവീര്യമാക്കി പോകും, ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ സി നമ്മൾ കഴിച്ചാല്, വിറ്റമിൻ ഇ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ omega-3 എന്ന് പറയുന്നത്, പിന്നെ റെസ്വെറട്രോൾ എന്ന് പറയുന്നത്, പലതരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, എത്രയോ തരത്തിലുള്ള നല്ല ആന്റി ഓക്സിഡൻസ് ഉണ്ട്. നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്, പുറത്തു നിന്നും നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഈ ഒരു മൈറ്റോകോൺട്രിയ, ആ ഒരു DNA റെപ്ലിക്കേഷൻ നമ്മൾ ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ ഫംഗ്ഷനെ ആണെങ്കിലും പിന്നെ ഡാമേജിനെ ആണെങ്കിലും. അതോടൊപ്പം നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു നല്ലൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ്? നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കുറച്ച് ഡാമേജ് ആയിട്ടുള്ള പഴക്കം വന്ന മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ഈ പഴക്കം വന്ന മൈറ്റോകോൺട്രിയം DNA ഡാമേജ് ആയിട്ടുള്ള DNA റെപ്ലിക്കേഷന് കാരണമാവും. അല്ലെങ്കിൽ പഴക്കം വന്നതിൽ നിന്നും എനർജി ഉണ്ടാവുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽ അല്ലെങ്കിൽ ആ ഒരു ടോക്സിൻ എന്ന് പറയുന്നതും അതിന്റെ പ്രൊഡക്ഷൻ അധികമായിരിക്കും. അപ്പൊ പഴക്കം വന്നതിന് എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് അപ്പോപ്ടോസിസ് എന്ന് പറയുന്ന ഒരു സാധനം നടക്കും. എന്ന് വെച്ചാൽ ഈ ഒരു പഴക്കം ചെന്ന ഈ മൈറ്റോകോൺട്രിയ തന്നെ സ്വയം നശിച്ചു പോകും. അത്യാവശ്യത്തിന്. കാരണം ഈ പ്രായം ചെന്ന അല്ലെങ്കിൽ പഴകിപ്പോയതിനൊക്കെ എപ്പോഴും എനർജി കിട്ടിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അത് കിട്ടാതെ ആയി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പൊ നമ്മൾ ആ രീതിയിലും നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നന്നായി ഫങ്ഷൻ ചെയ്യുന്ന മൈറ്റോകോൺട്രിയ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംരക്ഷിച്ചു വെക്കുന്നത്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഈ എനർജി പ്രൊഡക്ഷൻ കൂട്ടുന്ന ഒരു നല്ലൊരു കാര്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും, പേഷ്യൻസിനാണെങ്കിലും എല്ലാവർക്കും മഗ്നീഷ്യം സിട്രേറ്റ് എല്ലാവർക്കും പറയാറുണ്ട്. അപ്പോ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടൊപ്പം തന്നെ മഗ്നീഷ്യം സിട്രേറ്റ് കഴിക്കുമ്പോഴും ഇത് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ എനർജി ഫങ്ഷൻ കൂടിയാൽ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി എടുക്കാൻ പറ്റും. ഇപ്പോ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും ഇതിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ്മെന്റ്സ് മുന്നോട്ട് പോകുന്നത്. പുതിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ പുതിയ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ ഇതിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ട്രീറ്റ്മെന്റുകൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു നല്ല കാര്യമാണെങ്കിലും എപ്പോഴും ഒരു പൂർണ്ണതയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എത്ര നല്ല മെഷീൻ വന്നാലും എത്ര നല്ല ടെക്നോളജി വന്നാലും ഫുഡ് അപ്പോഴും നല്ല ഫുഡുകൾ കഴിക്കണം എന്നുള്ള നിർബന്ധം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ എത്രയൊക്കെ കാരണം നമ്മൾ കുറെ മോശമായത് ഉള്ളിൽ കഴിച്ച്
എന്നിട്ട് അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറെ കഷ്ടപ്പെടുന്നത്, മറ്റു തരത്തിലുള്ള കുറെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും മറ്റു തരത്തിലുള്ള കുറെ മെഡിസിൻസ് എടുക്കുന്നതിനോടും യോജിക്കുന്നതല്ല. നമുക്ക് ഫസ്റ്റേ നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ശരീരത്തിലോട്ട് എത്താതിരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ്. കാരണം ഇപ്പൊ ശരിക്കും പലതരത്തിലുള്ള മരുന്നുകൾ പോലും ഉണ്ട്, തടി കുറക്കാനുള്ള മരുന്നുകൾ പോലും ഉണ്ട്, ഒസെംപീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ളത്. പക്ഷെ അതിനൊക്കെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ട്, കറക്റ്റ് ആണ്. എന്നാലും ഒരു ശരീരത്തെ ഫസ്റ്റ് തന്നെ ഡാമേജ് ചെയ്ത് പിന്നെ അതിനെ നന്നാക്കാൻ നോക്കുന്നിടത്ത് താല്പര്യമില്ല. പ്രത്യേകിച്ച് അത് അറിയാത്തവരാണ്, അതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ അത് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് തിരിച്ചു പോകുന്നത് നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ, വളരെ ചുരുക്കി പറയാം. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിലും മറ്റുള്ള ടോപ്പിക്സും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡൗട്ട്സുകൾ വേണ്ട. അത് ഡയറ്റീഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ, വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരം പറയുന്നതാണ്. ചോദിച്ചോളൂ. ഡെലിവറി കഴിഞ്ഞാൽ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്തിനെ കുറിച്ചാണ്? ഡെലിവറി കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നത് ഈ സെൽസ് നല്ല ഡാമേജ് ആവുന്നത് കൊണ്ടാന്ന് പറഞ്ഞില്ലേ? അതെ. അത് നമ്മള് അതുകൊണ്ടാണോ ഒരു കുറേ കാലത്തേക്ക് വണ്ണം വെച്ച് അങ്ങനെ നിൽക്കുന്നത്? അതെ അതെ അതെ. ഇത് ഡാമേജ് ആവുന്നു എന്ന് മാത്രമല്ല, ഇത് ഡാമേജ് ആവുന്നുണ്ട്, അതേസമയം നമ്മൾ ഫുഡിലും തീരെ മാറ്റം വരുത്തുന്നില്ല. അപ്പൊ ഇതിന് റിക്കവർ ആവാനുള്ള, നമ്മുടെ ശരീരത്തിൽ ഇത് റിക്കവർ ആവാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുന്നില്ല. അതേസമയം നമ്മൾ ആ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നല്ല ഡയറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒന്നുകൂടി റിക്കവർ ആവാനും മറ്റുള്ള മൈറ്റോകോൺഡ്രിയ പ്രൊഡക്ഷനും അതേപോലെ ഉള്ളത് തന്നെ ഒന്നും കൂടിയും നന്നായി പ്രവർത്തിക്കാനും സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടിയും നല്ല എനർജിയും നല്ലൊരു ശരീരം, ഒത്ത ശരീരമൊക്കെ ആയിട്ട് മാറും. വേറൊരു സംശയം സാറേ, ഒരു മാസം നമ്മള് പിന്നെ ഡയറ്റ് എടുത്ത് വണ്ണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കണ്ടിന്യൂ ആയിട്ട് അതേപോലെ തന്നെ ചെയ്യുക വേണ്ടേ? അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലാസ് എടുക്കുന്നതും നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നതും പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നതും അതേപോലെ ഫുഡുകളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നതും നമ്മൾ ചെയ്യുന്ന പാരമ്പര്യമായി ചെയ്തു വരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു അവസ്ഥ കാരണം നമ്മൾ ചെയ്തു വന്നതാണ്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് അവര് നന്നായി സർവൈവ് ചെയ്തു. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് അവർ കഴിച്ചു വന്നു. ആ ഒരു സമയത്ത് അവർക്ക് ലഭ്യമായിരുന്ന കാര്യങ്ങൾ അവരെടുത്ത് നന്നായി നല്ല ആരോഗ്യം സംരക്ഷിച്ച് അവർ പോന്നു. പക്ഷെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എൻ്റെ ഫാദർ പോലും വീട്ടിൽ കപ്പ വേണമെന്നുണ്ടെങ്കിൽ ആ കപ്പ കൃഷി ചെയ്ത കപ്പയാണ് അവർ കഴിച്ചു തരുന്നത്. അല്ലെങ്കിൽ അരി ഗോതമ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ കൃഷി ചെയ്തതാണ്. എൻ്റെ ഫാദറിന് അത്ര വയസ്സാവുന്നില്ല, ഒരു 65 ഒക്കെ ആവുന്നുള്ളൂ. അപ്പോ ആ ജനറേഷൻ അത്രയും പിന്നെ ഫിസിക്കലി വർക്ക് ചെയ്തിരുന്നവരാണ്. അവർക്ക് അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല, മിക്സികൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ സൈക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി പോലും ഉണ്ടായിരുന്നില്ല അവർക്ക്. നമ്മൾ അതൊക്കെ താണ്ടി അത്രയും ഈസി ആയിട്ടുള്ള ലൈഫാണ്. എവിടെയെങ്കിലും ഒന്നും നമ്മളൊരു സാക്രിഫൈസ് ചെയ്യാതെ നമ്മൾ ആരോഗ്യം ആഗ്രഹിക്കുന്നത് ഒരു അത്യാഗ്രഹമാണെന്ന് ഞാൻ പറയുള്ളൂ. ഡോക്ടർ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ മാഡം. എന്താ വെച്ചാല് ഞാൻ ഈ ഡയറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോ പിന്നെ ഒരു ദിവസം എങ്ങാനും സ്പെഷ്യൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിട്ടും പോയിട്ട് ഒരു ചോറ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കഴിച്ച് പിറ്റേ ദിവസത്തേക്ക് 1 kg അങ്ങനെ കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മെറ്റബോളിസം വളരെ ലോ ആണ്. അതല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ദഹനക്കുറവ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിലും പെട്ടെന്ന് വണ്ണം വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ തൈറോയിഡ് ഫംഗ്ഷനും ചിലപ്പോൾ കുറച്ച് ലോ ആയിരിക്കാം. അപ്പോ അങ്ങനെയുള്ളവർ ഒന്നുകൂടെ കെയർഫുൾ ആയിരിക്കണം.
അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 4 മാസമെങ്കിലും, എല്ലാവരോടും പറയാറുള്ളതാണ്, 4 മാസമെങ്കിലും തുടർന്ന് ഈ ഡയറ്റ് എടുക്കുക. ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശരീരം നല്ല മാറ്റങ്ങൾ വരും, പല ഡാമേജുകളും മാറും. അതിനുശേഷം നിങ്ങൾ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ ഫംഗ്ഷന് പോയി കഴിക്കുന്നത് കൊണ്ടോ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള നമ്മൾ മുന്നേ കഴിച്ചിരുന്ന രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാർ എനിക്കൊരു ഡൗട്ട്. പറഞ്ഞോളൂ മാഡം. മുടി നന്നായിട്ട് ഊരുന്നുണ്ട്, അതെന്താ? വിറ്റമിൻ ഡി കുറഞ്ഞതാവാം കാരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹലോ സെലീനിയം, സിങ്ക് എന്ന് പറയുന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിറ്റമിൻ ഡി കുറവായിരിക്കാം, അല്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ കുറവായിരിക്കാം, അല്ലെങ്കിൽ സിങ്ക് സെലീനിയം എന്ന് പറയുന്ന. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ മാഡം. എന്റെ ഓർമ്മ വെച്ച കൈന്റെ ഉൾഭാഗവും കാലിന്റെ അടിഭാഗവും നന്നായിട്ട് വിയർക്കും. പക്ഷെ ഇപ്പൊ അത് കൂടി, വല്ലാതെ അങ്ങ് കൂടി. ഫോണൊന്ന് പിടിക്കുമ്പോ ഹാൻഡ് വാഷ് ചെയ്ത പോലെ ഉണ്ടാവും, സെറ്റ് ആവും, നന്നായിട്ട് സെറ്റ് ആവും. അതെന്തുകൊണ്ടാണ്? പാമാണ് കൈന്റെ ഉൾഭാഗമാണ് കൂടുതലായിട്ട്. മെയിൻ ആയിട്ട് 2 കാരണം കൊണ്ടാണ് അങ്ങനെ നടക്കാറുള്ളത്. സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോഴാണ് കൂടുതലും. കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ഉണ്ട്. അത് ശരീരത്തിൽ എപ്പോഴും, ഇപ്പൊ നമുക്ക് പേടി വരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ മാത്രമാണ് ആ ഹോർമോൺ കൂടുള്ളൂ. അപ്പൊ ആ സമയത്താണ് ഇതുപോലെ ഉണ്ടാകുന്നത്. മോസ്റ്റ്ലി പിന്നെ മറ്റുള്ള ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ, എപ്പോഴും വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ. ഒന്നും കേട്ടില്ല. ഞാനിപ്പോ വരാം. തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രെസ് കൂടുതലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവാം. ചില സമയങ്ങളിൽ പലവരും ഭയങ്കര ഒരു ബൈ നേച്ചർ എപ്പോഴും ഒരു ആങ്സൈറ്റി ഉള്ളവരായിരിക്കാം. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഈ പേഷ്യന്റ് എപ്പോഴും ആളുടെ കൈ സ്വെറ്റിംഗ് ആയിരിക്കും. പക്ഷെ അങ്ങേരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്, ചെറുപ്പം തൊട്ടേ കൂടെയുള്ള ഒരു കൂട്ടുകാരനാണ്. ആളുടെ അടുത്ത് നിന്നാ മതി, ആളുടെ അടുത്ത് നിൽക്കുമ്പോഴേക്കും ഇങ്ങേർക്ക് ഇത് ഉണ്ടാവില്ല, ഈ സാധനം ഉണ്ടാവില്ല. അപ്പോ സബ് കോൺഷ്യസ്ലി ആൾക്ക് ഇങ്ങേരുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സേഫ് ഫീലിംഗ് ആണ്, ഒരു മാനസികമായിട്ടുള്ള ഒരു സമാധാനം, ഒരു പീസ്ഫുൾനെസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുടെ ശരീരം തന്നെ ആ കോർട്ടിസോൾ പ്രൊഡക്ഷൻ കുറയ്ക്കുക, ഈ സാധനം വരികയില്ല. മറ്റൊരു റീസൺ, ഇൻസുലിൻ കൂടുമ്പോഴും, ശരീരത്തിൽ ഇൻസുലിൻ കൂടുമ്പോഴും ഇതുപോലെ സ്വെറ്റിംഗ് കൂടുതലായിട്ട് ഉണ്ടാവും. റിയർ കേസുകളാണ്. അപ്പോ എന്തായാലും നിങ്ങൾക്ക് അതാണ് കാരണം എന്നുണ്ടെങ്കിൽ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് അതെന്തായാലും കുറഞ്ഞോളൂ കേട്ടോ. കാരണം നമ്മൾ ഷുഗറോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നില്ല. അപ്പോ ആ സമയത്ത് ശരീരത്തിൽ വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോ അതാണ് റീസൺ എങ്കിൽ ഇത് കുറഞ്ഞോളൂ. അല്ല, ഇൻസുലിൻ ലോ ആവുന്ന ഒരാളായിരുന്നു. അപ്പൊ ഡോക്ടറോട് മുമ്പ് പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നത്. ഡയറ്റ് മുതൽ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതുണ്ട്, ആൻസൈറ്റി കുറച്ച് കൂടുതലാണ്. അതാണ് ആങ്സൈറ്റി ഉള്ളവർക്ക്, അതാണ് പറയുന്നത്, ഈ സ്ട്രെസ് ഹോർമോൺ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ മെഡിറ്റേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ കൗൺസിലറിനെ കണ്ടിട്ട് എന്താണ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, മുന്നത്തെ എന്തെങ്കിലും പേടിയാണോ എന്നുള്ളതൊക്കെ ഉള്ളത് പിന്നെ സംസാരിച്ച് അത് മാറ്റിയെടുക്കാം. അതല്ലെങ്കിൽ അശ്വഗന്ധ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ്. അത് നിങ്ങൾ കഴിച്ചാൽ കോർട്ടിസോൾ കുറച്ച്. അപ്പൊ സാറേ, കോർട്ടിസോൾ ഉള്ളവർ എന്താ ചെയ്യാ? എങ്ങനെയാണ് കോർട്ടിസോൾ ഉള്ള ആൾക്കാർ എന്താ ചെയ്യാ? അതാണ് ഈ പറഞ്ഞ പോലെ, ഒന്നെങ്കിൽ എന്താണോ പേടി എന്നുള്ളത് നോക്കുക, അതിനനുസരിച്ച് കൗൺസിലറിനെ കണ്ട് സംസാരിച്ച് അത് സോൾവ് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്പിരിച്വാലിറ്റിയാണ്.
മതം നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്കത് പ്രാർത്ഥനകളിൽ പോവാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ചെയ്യാം. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രേയേഴ്സ് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ അശ്വഗന്ധ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോർട്ടിസോൾ റെഗുലേറ്റർ ആണ്, അതും ചെയ്യാവുന്നതാണ്. ഡോക്ടർ എനിക്കൊരു സംശയമുണ്ട് പറഞ്ഞോളൂ സാർ. ഞാനൊരു 10-18 ദിവസമായിട്ട് ഇങ്ങനെ ഡയറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ദഹനത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് ഡയറ്റീഷ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് സജസ്റ്റ് ചെയ്തത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇത് തോന്നുന്നില്ല, ഇങ്ങനൊരു പ്രശ്നം പോലെ. എത്ര അളവിലാണ് യൂസ് ചെയ്യുന്നത്? ഒരടപ്പ് പറഞ്ഞത്. ഒരടപ്പ് എത്ര വെള്ളത്തില്? ഭക്ഷണത്തിന് 5 മിനിറ്റ് മുമ്പേ പച്ചവെള്ളത്തില് 150 മില്ലി വെള്ളത്തിൽ. അങ്ങനെയാണെങ്കിൽ മാഡം അതൊരു 2 അടപ്പാക്ക് കേട്ടോ. മാഡമിന് ചിലപ്പോൾ ഡോസേജ് കൂടേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. 2 അടപ്പാക്ക്. അതേപോലെ സാറ് വയറ് ഭയങ്കര വീർത്ത് വരുന്നു സാറ്. ഭയങ്കര വീർത്തിട്ട് ഭയങ്കര ഗ്യാസിന്റെ ബുദ്ധിമുട്ട്. വയറ് ഭയങ്കര വലിപ്പം വരിക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വെയിറ്റ് തോന്നുക, ഭയങ്കര വെയിറ്റ് ആണ് വയറിന്. ഇൻഡൈജഷൻ ആണ്. അപ്പൊ മാഡം പിന്നെ ഡയറ്റ് ട്രെയിനറിനോട് അതിന്റെ ഹോം റെമഡീസ് ചോദിക്കുക. എന്നിട്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് മാറ്റമില്ലെങ്കിൽ അതിന് ഞാൻ വേറെ മരുന്നുകൾ തന്നോളാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് മാഡം ഹോം റെമഡീസ് ചെയ്തോളൂ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ ബോഡി ടൈപ്പ് എൻഡോമോർഫിക്, എക്ടോമോർഫിക് അങ്ങനെ ടൈപ്പ് ഉണ്ടോ? അങ്ങനെ ടൈപ്പ് ഉണ്ട്, പക്ഷെ ഞാൻ അതിലോട്ട് പിന്നെ കൂടുതൽ അങ്ങനെ ബേസ് ചെയ്തിട്ട് ഞാൻ പോവാറില്ല. ഇപ്പോ ഈ പറഞ്ഞ പോലെ പല രീതിയിലും നമുക്ക് ശരീരത്തിനെ കാണാം. ഇപ്പൊ ആയുർവേദത്തിൽ നോക്കുന്ന പോലെ വാത പിത്ത കഫ എന്നൊക്കെ പറഞ്ഞിട്ടും ചെയ്യുന്നവരും ഉണ്ട്. അതിലും പല സയൻസുകൾ ഉണ്ട്, അതിലും പല 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 രീതിയിലുള്ള പിന്നെ റിസൾട്ടുകളും ഉണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഇപ്പൊ ഡോക്ടേഴ്സ്, ഇത്രയും അധികം ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡോക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന വഴികളും അല്ലെങ്കിൽ എക്സ്പെർട്ടീസും ഓരോ തരത്തിലുണ്ട്. അപ്പൊ അത് ഓരോ ഡോക്ടേഴ്സിനും അവര് ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവര് ചെറുപ്പത്തിൽ പഠിച്ച പല ഫാക്ട്സും അവര് പിന്നെ വളർന്നു വന്ന സാഹചര്യങ്ങളും വെച്ചിട്ടാണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളും അതിനോട് ഒരു അഫിനിറ്റി ഉണ്ടാവാം, ഒരു സത്യം എന്നുള്ള ഒരു നിലക്ക്. അപ്പൊ ഇപ്പൊ അക്യുപങ്ചർ എന്നൊക്കെ പറയുന്നത് എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അക്യുപങ്ചറിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന എന്റെ ഫ്രണ്ട്സ് വരെയുണ്ട്. എന്റെ ഫ്രണ്ട്സ് പോലും ചെയ്ത് കണ്ട മാജിക് ആണെന്ന് വിചാരിക്കും. ഈ കയ്യിൽ വേദന ഉള്ളത് ഈ കയ്യിൽ കുത്തിയിട്ട് ഈ കയ്യിൽ നിന്ന് വേദന ഇല്ലാതാക്കുന്ന ശരിക്കും മാജിക് ആണെന്ന് വിചാരിക്കും. പക്ഷെ എനിക്കതിൽ വിശ്വാസമല്ല. പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ്. എനിക്കതിൽ വിശ്വാസമല്ല, ഞാനത് ചെയ്യാറുമില്ല. പക്ഷെ എന്ന് വെച്ച് അത് സയൻസ് അല്ല എന്നില്ല, അതിൽ സത്യമില്ല എന്നില്ല. അപ്പൊ പക്ഷെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പിന്നെ ട്രീറ്റ്മെന്റുകൾ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള എഫക്റ്റീവ്നെസ് ഉണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി എഫക്റ്റീവായി തോന്നിയ കാര്യങ്ങളും അതേപോലെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്നതും എനിക്ക് എന്തായാലും മാറും എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള കാര്യങ്ങളെ ഞാൻ എടുക്കാറുള്ളൂ. എങ്ങനെയാണ്? തീർച്ചയായും നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് വെരിക്കോസ് വെയിനുള്ള പ്രത്യേകമായിട്ടുള്ള എക്സസൈസും അവരോട് ചോദിക്കുക കേട്ടോ. ഫോളോ ചെയ്ത് പോയാല് തൈറോയ്ഡ് നോർമൽ ആവോ? ഓ, തൈറോയ്ഡ് നോർമൽ ആവും. സാറേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ മാഡം. എത്ര മാസം ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും? 3 വർഷമായി. പക്ഷെ എനിക്ക് ശരീരത്തിന് ഭയങ്കര ചൂടാ എപ്പോഴും. അതെന്തുകൊണ്ടത് അങ്ങനെ? പിന്നെ തൈറോയിഡിൽ വരുന്ന ചില മാറ്റങ്ങളായിരിക്കാം. നിങ്ങൾക്ക് വിറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെക്ക് ചെയ്തിട്ടില്ല. സാർ അതെ 100 കിലോ എത്ര മാസം ഈ ഡയറ്റ് എത്ര മാസം ഡയറ്റ് എടുക്കേണ്ടി വരും?
ഒരു 88 കിലോ ഒക്കെ ഉണ്ടെങ്കില് ഞാന് പിന്നെ ഒരു സാധാരണ ഒരു 4 മാസമാണ് പറയാറുള്ളത്. പക്ഷെ ഞാൻ ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എന്താ പറയാ, നമ്മളൊരു കുറച്ച് നേരത്തേക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കാണണ്ട. ഇതൊരു ലൈഫ് ലോങ് നിങ്ങളുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടി, ഒരു പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നന്നാവും. സാർ 100 കിലോ തുടങ്ങിയ വെയിറ്റ് ഡോക്ടർ ഡൗട്ട്, നമ്മൾ ആക്ച്വലി നോൺ വെജ് ഐറ്റംസ് വീട്ടിലുണ്ടാക്കിയ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതിന്റെ കുഴപ്പമുണ്ടാവും? ഇല്ല, നല്ലതാണ്, വളരെ നല്ലതാണ്. ഡീപ് ഫ്രൈ ചെയ്യാതിരിക്കുക. ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് നിങ്ങൾ കറി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഡീപ് ഫ്രൈ ചെയ്യാതിരിക്കുക. എയർ ഫ്രയർ ഉപയോഗിക്കാൻ പറ്റുമോ? എയർ ഫ്രയർ വേണ്ട മാഡം, എയർ ഫ്രയർ വേണ്ട. എങ്ങനെയാണ്? ഒരു ഡൗട്ട്, ഞാൻ ഈ ഡയറ്റ് എടുത്ത് കുറച്ച് നാളെത്തിപ്പോ ഒരു 8 കിലോ വെയിറ്റ് ലോസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ശരീരത്തിൽ മൊത്തം ഓരോ സെക്ഷൻ തിരിഞ്ഞിട്ട് നിറയെ കുരുക്കൾ പോലെ വരണു. അത് ഇതിന്റെ ആണോ ഇനി വേറെ എന്തെങ്കിലും റീസൺ ആണോ എന്നറിയില്ല. നിറയെ കുരുക്കൾ പോലെ വന്നിട്ട് ഭയങ്കര ഇച്ചിങ് പ്രോബ്ലം വരുന്നു. മുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ പിന്നെ ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. അത് വിട്ടാൽ അങ്ങനെ പൊയ്ക്കോളും. എന്നാലും നിങ്ങൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഡിയും വിറ്റമിൻ സിയും കഴിക്കുക. ട്രെയിനറിനോട് ചോദിച്ചു അത് എനിക്ക് തോന്നണേ 2 നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി എന്റെ വയർപ്പിന്റെ പ്രശ്നമാണോന്നും അറിയില്ല, എന്താന്ന് അറിയണില്ല. അത് എങ്ങനെയുള്ള കുരുക്കളാണ്? കൊപ്പള പോലെയാണോ? നമ്മുടെ ചൂടുകുരു ഇല്ലേ, ചൂടുകുരു പോലെ. ഇപ്പൊ ആദ്യം വന്നത് മുട്ടിന്റെ സൈഡിലെ കാലിന്റെ അവിടെ നിറയെ വന്ന് ഭയങ്കര ഇച്ചിങ് ആയി അവിടുത്തെ സ്കിന്നിന്റെ കളറ് തന്നെ മാറി. പിന്നെ കൈയുടെ മുട്ടിന്റെ അവിടെ, റിസ്റ്റിന്റെ അവിടെ, അങ്ങനെ ഓരോ സെക്ഷൻ തിരിഞ്ഞു വരുന്നു. അലർജി ഒന്നും ഇല്ലല്ലോ? ഇല്ല, അലർജി ഇല്ല. ദഹനക്കുറവൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ വിറ്റമിൻ ഡിയും വിറ്റമിൻ സിയും ട്രെയിനറിനോട് ചോദിച്ചിട്ട് എത്രയാണ് അളവെന്ന് ചോദിച്ച് അതൊന്ന് ചെയ്യാട്ടോ, കഴിക്കാം. 100 കിലോ ഉണ്ടായിരുന്നു ഇത് തുടങ്ങുമ്പോ. ഇപ്പൊ 97 കിലോയില് സ്റ്റെക്കായി നിക്കണ്. 10 ദിവസത്തിൽ 3 കിലോ കുറഞ്ഞ്. വേറെ ഏത് ഡേറ്റ്, ഇതിനു മുൻപ് വേറെ ഏത് ഡേറ്റ് എടുത്തപ്പോഴായാലും ഈ 97 കിലോ ആവുമ്പോ സ്റ്റെക്കായി നിക്ക വെയിറ്റ്. ഇപ്പൊ തൈറോയിഡ് നോക്കിയിട്ട് ഇപ്പൊ ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട്. മാഡം എന്ത് ചെയ്യാം, മാഡം പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉള്ള സമയത്ത് തന്നെ കുറച്ച് വർക്കൗട്ട് ചെയ്യാം, ചെറിയ രീതിയിൽ. അപ്പൊ അതെന്ത് ചെയ്യും, ശരീരത്തിന് ഒന്നും കൂടെ ഒരു പ്രഷർ കൊടുക്കും. നിങ്ങളുടെ ഫാറ്റ് സ്റ്റോറിൽ നിന്ന് എനർജി എടുക്കാനുള്ള ഒരു പുഷിങ് ടെൻഡൻസി. പ്രശ്നമുള്ളതുകൊണ്ടേ വീണിട്ട് തണ്ടൽക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് എടുക്കണോണ്ട് വർക്കൗട്ട് അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട മാഡം, പതുക്കനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഒരു ലോങ് ടേം ആയിട്ട് കാണാം കേട്ടോ. ലോങ് ടേം ആയിട്ട് ചെയ്യാം. എന്തായാലും പതുക്കെ മാറിയിട്ട് പിന്നെ കുറഞ്ഞുകൊണ്ട് വന്നോളൂ. തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡയറ്റീഷ്യൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഡിസിന് വല്ല വ്യത്യാസം വരുത്തണമെങ്കിൽ സാറ് സജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ വേറെ കാണിക്കണോ? ഞാൻ സജസ്റ്റ് ചെയ്തോളാം. സാറേ ഒരു ഡൗട്ട്. പറഞ്ഞോളൂ. ഞാന് +2 പഠിക്കുന്ന സ്റ്റുഡന്റ്, ഇപ്പം +2 കഴിഞ്ഞ്. അപ്പോ എന്റെ വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പം ഇന്നത്തേക്ക് 17 ദിവസം കഴിഞ്ഞ്. അപ്പോ എന്റെ വെയിറ്റിൽ ഒരു മാറ്റം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. തൈറോയ്ഡ് വിശപ്പ് കുറവാണോ? വിശപ്പില്ല. അപ്പൊ ഹൈപ്പോ അസിഡിറ്റി ഉണ്ട് കേട്ടാ. അതാണ്, ദഹനക്കുറവുണ്ടെങ്കിലും ഇതുപോലെ വെയിറ്റ് കമ്മിയാണ്ട് നിൽക്കും. അപ്പൊ അതൊന്ന് ഡയറ്റീഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാല് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഹോം റെമഡീസ് ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പം ഇത് പല്ലിനൊരു എന്തോ പ്രശ്നം ഉണ്ടാവും പറഞ്ഞല്ലോ. അതാണ്, സ്ട്രോ വെച്ചിട്ട് നേരിട്ട് കുടിച്ചാൽ മതി, വേറെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? വേറെ ഒന്നും ഉണ്ടാവില്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഞാനിപ്പം എനിക്കിപ്പം +2 കഴിഞ്ഞോണ്ട് ഇനി ബാക്കിയുള്ള ഇതിലേക്ക് പോകണമെങ്കിൽ എനിക്ക് 4 മാസം ടൈം അതിന്റെ മുമ്പിലുള്ളൂ. പിന്നെ ഹോസ്റ്റലിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്. അപ്പം അവിടെ പോയാൽ ഇത് നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിപ്പം ഇത്രയും 4 മാസം നിന്നിട്ട് പെട്ടെന്ന് ഇത് ഇതാവുമ്പോ വെയിറ്റ് വേഗം കൂടുവോ? അങ്ങോട്ടേക്ക് പോയാലും എന്തായാലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് എന്തായാലും അറിയും എന്താണ് നല്ല ഫുഡ്, എന്താണ് മോശമായത് എന്നുള്ളത്. അപ്പൊ അവിടുന്ന് ചൂസ് ചെയ്യുന്ന സമയത്തും അതുപോലെ എന്തായാലും
ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ചൂസ് ചെയ്യുമ്പോഴും നല്ല ഫുഡുകൾ മാത്രം കൂടുതൽ എടുക്കുക, മറ്റുള്ളത് ചെറിയ ചെറിയ പോർഷനിൽ എടുക്കുക കേട്ടോ. ഡോക്ടർ, ആ ഓക്കെ. ഇപ്പോ ഞാൻ ന്യൂലി ജോയിൻ ചെയ്താണ്. ഓക്കെ. സോ ഇപ്പോ ഡയറ്റീഷ്യൻ അയച്ചു എന്നുള്ള നമ്മുടെ ഡയറ്റ് പ്ലാൻ ഉണ്ടല്ലോ, ഫുഡ്സ്, അത് മാത്രം തന്നെയാണോ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്, അതോ ചേഞ്ചസ് ഒരു 1 month? ഇപ്പൊ ചേഞ്ചസ് വേണ്ട. ഞാൻ എന്തായാലും 1 മാസത്തിന്, ഇത് എനിക്കറിയാം, ഞാനത് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കുറച്ച് മറ്റുള്ളവർക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നിങ്ങളുടെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങളത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അതിൽ നിൽക്കുക, അതിൽ വേറെ ഒരു മാറ്റങ്ങളും വേണ്ട കേട്ടോ. ചെറിയ ചോദ്യം ഡോക്ടർ, സംശയമുണ്ടേ. പറഞ്ഞോളൂ മാഡം. എന്റെ തടത്തിലേ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് വന്നേക്കണം. ഓക്കെ മാഡം. എങ്ങനെയാണ് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എന്നാണോ? എപ്പോഴാണ്? ഡയറ്റിന് ശേഷമാണോ വന്നത് അല്ലെങ്കിൽ അതിന് മുന്നേ ആണോ? ഡയറ്റിങ്ങിന് മുന്നേ ഉണ്ട്. ഞാൻ കൊറേ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, പക്ഷെ ഒരു വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഡയറ്റ് എടുക്കുന്ന സമയത്തും ഞാൻ എല്ലാവരോടും വിറ്റമിൻ ഡി ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടാതെ പോകുന്ന ഒരു ഒരു മിനറൽ വിറ്റമിൻ എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ്. അപ്പോൾ വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് മാത്രം പുറത്തുനിന്ന് സപ്ലിമെന്റ് ആയിട്ട് എടുക്കുക. ബാക്കിയുള്ളത് പിന്നെ ഡയറ്റിലൂടെ തന്നെ കൃത്യമായിട്ട് പോവുക. വേറെ എന്തെങ്കിലും സിംറ്റംസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അറിയിക്കുക. സപ്ലിമെന്റ്സ് എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ. മകൾക്ക് വേണ്ടിയായിരുന്നു. 15 years ആണ് ആൾക്ക്. അപ്പൊ ആളിപ്പോ ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ആളൊരു സ്പോർട്സ് പ്ലെയർ ആണ്. അപ്പൊ ആൾക്ക് മോർണിംഗ് 5 hours ആണ് വർക്ക്ഔട്ടും ഈവനിങ് 5 hours. അപ്പൊ ടോട്ടൽ 10 hours ഉണ്ട്. അപ്പൊ ഫുഡ് കഴിഞ്ഞാലും ആൾക്ക് ഇങ്ങനെ വിശക്കാറുണ്ട് പിന്നെയും. അപ്പൊ ഇങ്ങനെ ക്വാണ്ടിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞാൽ ചോദിക്കാറുണ്ട്, അമ്മ വിശക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അത് സ്ലോലി ഗ്രാജുവലി ശരിയാവോ? ഐ തിങ്ക് സ്റ്റാർട്ടഡ് ഒരു 1 week കഷ്ടേ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഫിസിക്കൽ വർക്കൗട്ട് നല്ലോണം ചെയ്യുന്നവരാണെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം. കഴിക്കുന്ന ക്വാണ്ടിറ്റി ഇതേ ഫുഡ് തന്നെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. ഓക്കെ. നിങ്ങൾ വേണമെങ്കിൽ മുട്ട ദിവസം 6 എണ്ണം വേണമെങ്കിൽ ആക്കിക്കോ. രാവിലെ, ഉച്ചക്കും രാത്രിയും കൊടുത്തോളൂ കേട്ടോ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. താങ്ക് യു. ഡോക്ടർ, വിറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നത് വിറ്റമിൻ ഡി ഫുഡ്സ് നമുക്ക് ആഡ് ചെയ്താൽ പ്രാക്ടിക്കൽ അല്ല. ഞാനത് പിന്നെ നമുക്കത് റിസൾട്ടിനനുസരിച്ചല്ല. ഞാൻ ഇത്രയും പേരെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ രീതിയും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റണം എന്തുണ്ടെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുന്നതാണ്. പിന്നെ സപ്ലിമെന്റ്സ് എടുക്കുന്നതുകൊണ്ട് അത്ര മോശമൊന്നുമല്ല. സപ്ലിമെന്റ്സ് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ലെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, പല കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു ജീവിതശൈലിയിൽ നമ്മൾക്ക് ആപ്ലിക്കബിൾ അല്ല. നമ്മൾ കിട്ടുന്ന ഇപ്പൊ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യുക തന്നെ വേണം. അപ്പൊ സപ്ലിമെന്റ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് എടുത്തോളൂ. സർ, പിന്നെ ലഞ്ചിനെ ഫിഷിന്റെ കൂടെ ആയാലും മീറ്റിന്റെ കൂടെ ആയാലും തൈര് എടുക്കാൻ പറയുന്നില്ലേ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫിഷും തൈര് അതുപോലെ തന്നെ മീറ്റ് തൈര് ഒരുമിച്ച് കഴിക്കുമ്പോൾ വളരെ റെയർ കേസുകളാണ്. ഇപ്പോ ഈ ഒരു പിന്നെ തൈരും മീനും കഴിച്ച് വെള്ളപ്പാണ്ട് വരും എന്ന് പറയുന്ന പോലെ തന്നെ ചെമ്മീൻ കഴിച്ചാലും വെള്ളപ്പാണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മഷ്റൂം കഴിച്ചാലുള്ള, കൂൺ കഴിച്ചാൽ വെള്ളപ്പാണ്ട് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. ഇതൊക്കെ വളരെ റെയർ. ഇതൊക്കെ മെജോറിറ്റി കേസല്ല, എവിടെയെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് സ്പെസിഫിക് ആയി അതിനോട് ഒരു അലർജി ഇല്ല എങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നത് തൈരിനോട് അലർജി ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും കാലങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു 20 പേര് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30 പേര് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് എടുത്തോളൂ. നിങ്ങൾക്ക് അങ്ങനെ അലർജി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് അറിയിക്കുക കേട്ടോ. പിന്നെ സർ പറഞ്ഞിരുന്നില്ലേ എഗ്ഗിന് പകരം നമുക്ക് ചെറുപയർ കഴിക്കാന്ന്? എന്തിനു പകരമാണ്? എഗ്ഗിന് പകരം. ഇപ്പൊ രാവിലെ എഗ്ഗ് എടുക്കുന്നതിന് പകരം നമുക്ക് ചെറുപയർ യൂസ് ചെയ്യാലോ? സത്യം പറഞ്ഞാൽ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതങ്ങനെ നിർബന്ധം വീഡിയോയിൽ കണ്ടിരുന്നു ചെറുപയറില് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെന്ന്. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് പറയുന്നത്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മുട്ട തന്നെ വെവ്വേറെ റെസിപ്പീസ് ഉണ്ടാക്കാനുള്ള വെവ്വേറെ വിധങ്ങൾ ആയിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ നെറ്റിൽ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
അതാണ് നമുക്ക് എപ്പോൾ ബോറടിക്കും, സത്യമാണ്, നമുക്ക് ബോറടിക്കും. അപ്പൊ നമ്മുടെ പാലറ്റ്സ് ഒക്കെ ഒന്ന് എക്സൈറ്റ് ആവാനും നമ്മൾക്ക് തന്നെ ഒരു എനർജി ഉണ്ടാവാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാനും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആ ഒരു മുട്ടയുടെ ഒരു ന്യൂട്രീഷണൽ ഡെൻസിറ്റി, ആ ഒരു ന്യൂട്രീഷണൽ കണ്ടന്റ് വേറെ ഒരു ഫുഡും തരില്ല. അത്രത്തോളം ഒരു സൂപ്പർ ഫുഡാണ് ഈ മുട്ട എന്ന് പറയുന്നത്. അതിന് ഒരിക്കലും പകരം വെക്കാൻ പറ്റുന്ന സാധനമല്ല ഈ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊന്നും. നമ്മുടെ ഡയറ്റീഷ്യൻ പറഞ്ഞല്ലോ സാറേ ചെറുപയർ കഴിക്കാൻ രാവിലെ. അത് പറയുന്നത് ഞാൻ അവർക്ക് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവര് മുട്ട കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പറഞ്ഞു കൊടുക്കുക. കാരണം ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ, നമ്മൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അതിന്റെ കംപ്ലീറ്റ് ഓട്ടോഫേജി എന്ന് പറയുന്നത് നടക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ മൈറ്റോകോൺട്രിയ പിന്നെ ഡാമേജ് ആയിട്ടുള്ളതൊക്കെ നശിച്ചു പോകും, ശരീരത്തിൽ ഡാമേജ് ആയി കിടക്കുന്ന കോശങ്ങളൊക്കെ നശിച്ചു പോകും. അതേപോലെ ക്യാൻസറിന് വരുന്ന ചാൻസുകൾ ഉണ്ടെങ്കിലൊക്കെ ശരീരം തന്നെ അതിനൊക്കെ തട്ടിക്കളയും കേട്ടോ. ഈ സ്ഥിരം മുട്ട കഴിക്കുമ്പോഴേ ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് അത് മുട്ട കഴിക്കണോണ്ടാണോ ഈ ചൊറി? അതായത് ഇങ്ങനെ ഒരു എച്ചിങ് ഉണ്ടാവുന്നു കാലിന് ഒക്കെ. മുട്ട കഴിക്കുന്നതുകൊണ്ട് ചൊറിച്ചിലുണ്ടെന്നാണോ പറഞ്ഞത് സാറ്? എവിടെയാണ് ചൊറിച്ചിൽ സാറിന്? മുട്ടിന് താഴെയായിട്ട് വരുന്നത്. മുട്ടിന് താഴെയായിട്ടോ? വേറെ എവിടെയില്ല? മൊത്തം ശരീരത്തിൽ തോന്നുന്നത്. അപ്പൊ മുട്ട കഴിക്കുന്നത് ചിലപ്പോൾ ദഹിക്കുന്നുണ്ടാവില്ല, അലർജി ആയിട്ട് ചിലപ്പോൾ മാറുന്നുണ്ടാവും. അപ്പോൾ അത് ദഹിക്കാനുള്ള കാര്യങ്ങൾ ട്രെയിനറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കേട്ടോ. പ്രത്യേകിച്ച് പ്രോട്ടീൻ കണ്ടന്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് അത് ആസിഡ് ഉൽപാദനം ഉണ്ടാവണം. പ്രോട്ടീൻസിനൊക്കെ നന്നായി ദഹിപ്പിച്ച് കളഞ്ഞാൽ മാത്രമാണ് നമുക്കത് ഗുണം. പ്രോട്ടീൻ ഇല്ലാതെ നമുക്ക് നല്ല ആരോഗ്യം പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പൊ അത് കഴിക്കണം. സാറിന്റെ കാലിന് ഉപ്പൂറ്റി വേദന ഉണ്ട്, അത് മാറാൻ എന്താ ചെയ്യാ? ഉപ്പുറ്റി വേദനക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് പിന്നെ കാൽക്കേനിയൽ സ്പെർ എന്ന് പറയുന്ന രീതിയിൽ അവിടെ പിന്നെ എല്ല് വളർച്ച ഡയഗ്നോസ് ചെയ്തായിരുന്നോ? ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചായിരുന്നോ? എക്സ്റേ എടുത്തായിരുന്നോ? ഇല്ല കാണിച്ചിട്ടില്ല. അടിയിലായിട്ടാണ് വേദന. അങ്ങനെ ചവിട്ടി നടക്കുമ്പോ രാവിലെ എണീച്ചപ്പോ പിന്നെ ചിലപ്പോ തൊട്ടാ തന്നെ ഇങ്ങനെ വേദന ഉണ്ട്. തൊട്ട് നോക്കും. തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിച്ച് അതിനൊരു എക്സ്റേ എടുത്തിട്ട് ഡയറ്റീഷ്യൻ ഒന്ന് കാണിച്ചു. ഡോക്ടർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ, നൈറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? അതിനേക്കാളും നല്ലത് നിങ്ങള് പിന്നെ എനിക്ക് ഞാൻ ഡയറ്റീഷ്യനോട് ചോദിച്ചായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ പറ്റും. ഞാൻ ഇസ്രായേലിൽ കെയർ വർക്ക് ചെയ്യുകയാണെ, എനിക്ക് അന്നേരം വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പിന്നെ ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വർക്കൗട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇവിടെ അങ്ങനെ പറ്റില്ല. ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ നടക്കുന്നുണ്ടായിരുന്നു വാക്കിംഗ് കൊണ്ട്. ജസ്റ്റ് വാക്കിങ്ങിന് പോകാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾക്ക് അത് പിന്നെ ദഹന പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ തികട്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചെയ്യാവുന്നതാണ് കേട്ടോ. എത്ര ടൈം വർക്കൗട്ട് ചെയ്യണം? പറ്റുന്നവരാണെങ്കിൽ 2 ടൈം ചെയ്യുന്നത് നല്ലതാണ്, അല്ലാത്തവരാണെങ്കിൽ 1 ടൈം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ 2 ടൈം എത്ര വെച്ചിട്ട്? അരമണിക്കൂറോ 1 മണിക്കൂറോ? എങ്ങനെയാണ് 2 ടൈം എത്ര ടൈം ചെയ്യണം? 2 പ്രാവശ്യം ചെയ്യണമെങ്കിൽ അരമണിക്കൂർ വെച്ചിട്ട് 1 മണിക്കൂർ അങ്ങനെ? ഒരു 3/4 മണിക്കൂർ വെച്ച് ചെയ്യുകയാണെങ്കിൽ, സമയമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. നടക്കുന്നത് മാത്രം അങ്ങനെ പറ്റുമോ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും? നടക്കുന്നത് ഒരു വർക്കൗട്ട് അല്ല, അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ വേറെ ഉണ്ട്, അത് ചെയ്യാവുന്നതുമാണ്, കുഴപ്പമില്ല. സാറേ സോയാ മിൽക്ക് കുടിക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? സോയാ മിൽക്ക് കുടിക്കാൻ പറ്റുമോ? സോയാ മിൽക്ക് വേണ്ട. സാറേ ഈ പാലും തൈരും തൈറോയിഡിന് നല്ലതല്ല പറയുന്നുണ്ടല്ലോ. ഏതാണ്? പാലും തൈരും തൈറോയിഡ് കൂട്ടാൻ ഇതാക്കുന്ന. പാല് വേണ്ട, തൈര് കുഴപ്പമില്ല. ഈ സൈക്ലിംഗ് ചെയ്യുമ്പോ നല്ലതല്ലേ ശരിക്കും ബോഡി? സൂപ്പറാണ്, നല്ലതാണ്. അപ്പോ എന്തായാലും എല്ലാവരും ഇത്രയും നേരം നല്ല ചോദ്യങ്ങൾ ചോദിച്ചതിനും ഇത്രയും നേരം നിങ്ങളുടെ സമയം എടുത്ത്
ക്ലാസ് പിന്നെ ശ്രദ്ധിച്ചതിനൊക്കെ താങ്ക് യു. നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ വെറും ഡയറ്റ് എടുത്ത് പോവുകയല്ല, നിങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ഇനിയും അറിയാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളെയും ഹസ്ബൻഡിനെ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാറ്റം വരുമ്പോൾ അവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു ടോട്ടലി ഓരോ വ്യക്തി ചെയ്യുന്ന സമയത്തും അതൊരു അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും അത് ഹെൽത്തി ആയിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ താങ്ക് യു എവ്രി വൺ. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, നേരുന്നു. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പിന്നെ അറിയേണ്ട എന്തെങ്കിലും ടോപ്പിക്സോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഞാൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഡയറ്റീഷ്യനോട് അറിയിക്കാം. ഞാനല്ലെങ്കിൽ എൻ്റെ മറ്റു ഡോക്ടേഴ്സ് അതിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. താങ്ക് യു എവ്രി വൺ. ഗുഡ് നൈറ്റ്. Thank you, sir. Good night, sir. Good night. Good night. Good night. Good night. Thank you, sir. Thank you, sir. പോയി. Thank you, sir. Hello. Hello.